അവരതിന്ന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ഈ പെൺകുട്ടി എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ടാബ്ലറ്റ്സ് എടുക്കുന്നവരിൽ കാണുന്ന ഒരു സൈഡ് എഫക്ട്സ് ആണ് വയറുവേദന, ഗ്യാസ്ട്രൈറ്റിസ്, ഛർദില്. അങ്ങനെ 2025 എൻഡ് ചെയ്യാൻ പോവാ. ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡ് ആയിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഏത് വ്ളോഗേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണ്. നല്ലപോലെ പൈസ ഉണ്ടാക്കും. ഇവിടെ പൈസ ഉണ്ടാക്കണം, പക്ഷെ അത് നിങ്ങളുടെ വ്യൂവേഴ്സായിട്ടുള്ള ആൾക്കാരെ മൂഞ്ചിച്ചുകൊണ്ട് ആകരുത്. സത്യം ഉള്ള കാര്യം പറയാം. ജാസ്മിൻ ജാഫർ പലപ്പോഴും എയറിൽ പോകുന്നത് ഈ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്താണ്. ഇപ്പോൾ ഒരു കേസ് വരെ വരാനുള്ള ഒരു വകുപ്പിലോട്ട് എത്തി നിൽക്കുകയാണ്. കാരണം ജാസ്മിൻ ഇങ്ങനെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് ആരെങ്കിലും വാങ്ങി തേച്ച് അവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വൻ വിഷയം ജാസ്മിന് പണി കിട്ടും. അതുപോലെ ചിന്തിക്കുന്നില്ല. ഓരോ സാധനങ്ങൾ വാങ്ങി അങ്ങ് ചുമ്മാ അങ്ങ് പ്രൊമോട്ട് ചെയ്യണം. പൈസ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പ്രൊമോഷൻ. നാളെ ജാസ്മിൻ ജാഫറിന് ഏതെങ്കിലും ഒരു കമ്പനി കുറച്ച് ആട്ടം പുളുക്ക് എടുത്ത് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യും, 2 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വാങ്ങിച്ചു വെച്ച് പ്രൊമോട്ട് ചെയ്യും. ആ സെറ്റപ്പിലോട്ടാണ് ജാസ്മിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും പരിതാപകരമാണ് ജാസ്മിന്റെ ഓഡിയൻസും ഫാൻസും. ആട്ടും കാട്ടും എടുത്ത് വെച്ചിട്ട് മറ്റേ തേച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിന്നു കഴിഞ്ഞാൽ സൂപ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് കുറെ അണ്ടങ്ങൾ. അങ്ങനത്താണ് അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഗ്ലൂട്ടാത്തൈൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾക്ക് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്നോ എന്തെങ്കിലും വിഷയം ഉണ്ടോന്നോ ഒന്നും അറിയത്തില്ല ആർക്ക്? ജാസ്മിന്. ഇതൊന്നും ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് അല്ലാണ്ട് ഇമാതിരി കോപ്രായങ്ങൾ ഇമാതിരി സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടില്ല തന്നെയാണ്. ഡോക്ടർ അടക്കം പ്രതികരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ആ വീഡിയോ അടക്കം കൊടുക്കാം. അതിനു മുന്നേ ജാസ്മിന്റെ ഒരു പ്രൊമോഷൻ ആദ്യം ഒന്ന് കാണാം. ഗ്ലൂട്ടാത്തൈൻ കുടിക്കൂ വെളുക്കൂ. എടാ ഈ വെളുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നില്ല കാട്ടവരാതികളെ. ബോധം വേണം. ഈ വെളുത്തിരുന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? എടാ വെളുക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഓരോന്ന് വാരി തേച്ച് കുളിപ്പിച്ചെടുക്കുമ്പോൾ നിന്റെ ആയുസ് അടക്കം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ ഞാനൊക്കെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും മരുന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. മാക്സിമം പനി വന്നാൽ കൂടി പിടിച്ചിരിക്കും ഒരു മരുന്ന് കഴിക്കാതിരിക്കാൻ. ഇവിടെ ആൾക്കാർ വെളുക്കാൻ വേണ്ടിയിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് ആസിഡ് കുടിക്കാൻ പറഞ്ഞാൽ അതോട് കുടിക്കും. തേയ്പ്പ് ഒരപ്പ് എന്തോന്നിട്ട്. ചിലതൊക്കെ ഇങ്ങനെ ഈ വഴി കൂടി പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മറ്റേ എന്തൊക്കെ വാരി തേച്ച് അതും എന്തൊക്കെ ഇതുപോലെ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് കയറ്റി കൊണ്ടുപോയി വെളുത്ത് വളരെയിരിക്കും. വരുമ്പോൾ മറ്റേ ബാക്കിൽ നിന്ന് സൺലൈറ്റ് ഒക്കെ കത്തിക്കുന്ന പോലത്തെ ഒരു ഇതിട്ടിട്ടാണ് വരുന്നത്. സത്യം ചിലതൊക്കെ വെളുത്ത് വൃത്തിയോടായിട്ടിരുന്നിട്ട് അതിന്റെ കൂടെ ലിപ്സ്റ്റിക്കും മാറിയിട്ട് മറ്റേ പച്ച തത്ത ചുവന്ന ചുണ്ടും വെച്ചിരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഓരോ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. എടാ മര്യാദയ്ക്ക് ഉള്ള കളറും വെച്ചിരിക്കടാ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സ്കിന്നിനൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും. അത് വെച്ചിട്ട് ഇരിക്കാൻ നോക്കുക. അല്ലാണ്ട് ചുമ്മാ വെളുക്കാൻ വേണ്ടിയിട്ട് മറ്റവൾ അത് പറഞ്ഞു അവള് വെളുത്തല്ല പിന്നെ ഞാനും വെളുക്ക എന്ന് പറഞ്ഞുകൊണ്ട് വാരത്തേക്ക് മൂഞ്ചി അവസ്ഥ. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മാക്സിമം വീഡിയോ ഫുള്ള് കാണുക. ഡോക്ടർ അടക്കം പറയുന്ന കാര്യങ്ങളും കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ജാസ്മിന്റെ പ്രൊമോഷൻ ആദ്യം കാണാം. അങ്ങനെ 2025 എൻഡ് ചെയ്യാൻ പോവാ. ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡ് ആയിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. വീട് വിട്ടുപോലും പുറത്തിറങ്ങാത്ത ഞാൻ ഓൾമോസ്റ്റ് 5 കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഈ വർഷം അച്ചീവ് ചെയ്തു. എടുത്തു പറയേണ്ടത് ട്രാവൽ തന്നെയാണ്. ഇന്ത്യയുടെ അകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളും പുറത്ത് ഒരുപാട് സ്ഥലങ്ങളും. ഇതിന്റെ ഇടയ്ക്ക് എന്റെ സ്കിന്ന് കുളമാകുമെന്ന് കരുതും. പക്ഷേ ഈ വെതറും ക്ലൈമറ്റും ഒന്നും ചേഞ്ച് ആയാലും എന്റെ സ്കിന്ന് വലിയ പ്രശ്നം പറ്റില്ല. 2024 2025 എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റ്. സമയത്തും കാലത്തും നേരെ ചൊവ്വ ആഹാരം കഴിക്കാതെ സ്ട്രെസ് അടിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ശരീരത്തിന് വേണ്ടുന്ന ഗ്ലൂട്ടാത്തൈൻ ഒന്നും എന്റെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. വലിയ മിടുക്ക് എന്നൊന്നും കരുതണ്ട, കുറ്റം തന്നെ. വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള നല്ലൊരു സപ്ലിമെന്റ് നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനും എന്തുകൊണ്ടും അടിപൊളിയാണ്. ഇതിലടങ്ങിയിരിക്കുന്നത് ജാപ്പനീസ് ഗ്ലൂട്ടാത്തൈൻ ആണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്ലൂട്ടാത്തൈൻ ആണ് കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് നമ്മുടെ സെല്ല് ഡാമേജ് ആയിട്ടുള്ളതൊക്കെ റിപ്പയർ ചെയ്ത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റും. ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടും. വിറ്റാമിൻ സി നമ്മുടെ ഏജിങ് കുറച്ച് ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റി അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തൈൻ പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ വിറ്റാമിൻ സിയുടെയും ഗ്ലൂട്ടാത്തൈന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ സപ്ലിമെന്റ്. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്തു. പിന്നെന്ത് കമന്റ് ചെയ്യാൻ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം. ഓടിപ്പോ അന്തങ്ങളെല്ലാം കൂടി മറ്റേ ചൂട്ടും കത്തിച്ചോണ്ട് ഓട്. ജാസ്മിൻ ഗ്ലൂട്ടാത്തൈൻ പ്രൊമോട്ട് ചെയ്തേ വാ നമുക്ക് വാങ്ങാം, നമുക്ക് തയ്ക്കാം, നമുക്ക് വെളുത്തിട്ട് പാറാം. എന്റെ പൊന്നടാവേ, ഇതൊക്കെ ഓരോരുത്തരുടെ ശരീരത്തിൽ ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഡോക്ടറെ കാണാതെ ഇമാതിരി കോപ്രായങ്ങളൊന്നും വാരി വലിച്ച് തിന്നരുത്, വാരി വലിച്ച് തേക്കരുത്, വാല് കഴിച്ച് കുത്തി കയറ്റരുത്. ഡോക്ടർ പറയുന്ന പോലെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ജാസ്മിൻ അല്ല നിങ്ങളുടെ ഡോക്ടർ. ഇവക്ക് പൈസ കിട്ടുന്നു, അവള് പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് വാങ്ങി തിന്നുന്ന നെയ്യൊക്കെ നാളെ ലിവർ അടിച്ചു പോയി തീർന്നു കിടക്കും. അല്ലാണ്ട് എന്ത് സംഭവിക്കും? ഞാൻ അല്ലെങ്കിൽ അതിന്റെ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. ജാസ്മിൻ ഈ ഒരു
എന്തോന്ന് പ്രൊമോഷൻ വീഡിയോയില് ബിഫോർ ആൻഡ് ആഫ്റ്റർ 2 ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബിഫോറും ആഫ്റ്റർ ഫോട്ടോ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ടിന്റെ ലൈറ്റിംഗ് വേറെ, ലൈറ്റിംഗ് വീട് പോട്ട്. ആദ്യത്തെ ഫോട്ടോ മേക്കപ്പ് ഇല്ലാണ്ട് നിൽക്കുന്നു, രണ്ടാമത്തെ മേക്കപ്പോടെ നിന്നിട്ട് ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുകയാണ്. ഗ്ലൂട്ടോത്തിന് അടിച്ചേറ്റപ്പോൾ ലിപ്സ്റ്റിക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് അറിയാം, അവിടെ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനത്തെ സെറ്റപ്പിൽ നിൽക്കുകയാണ്. മറ്റേ കരിയൊക്കെ വരച്ച്, അതായത് ഇവിടെ കണ്ണിന്റെ പോളയുടെ മേളിലൊക്കെ ചുവപ്പൊക്കെ അടിച്ച് അങ്ങൊക്കെ അടിച്ച് മേക്കപ്പ് ഇട്ട് നിൽക്കുക. മറ്റത് അല്ലാണ്ട് രാവിലെ ഉറക്കണിട്ട് കുളിക്കാതെ കണ്ടോ നിൽക്കുന്നു. രണ്ടും കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റത് എവിടെ ട്രിപ്പ് പോയപ്പോൾ രാവിലെ ഉറക്കണിട്ട് കുളിക്കാതെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടിന്റെ ലൈറ്റിംഗ് വേറെ ഉണ്ട്. ഇതിൽ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ച് നല്ല വെളിച്ചത്തിന് അടിച്ച് പവർ കയറ്റി എടുത്തിട്ടുണ്ട് ഈ ആഫ്റ്ററിൽ. ബിഫോർ ആണെങ്കിൽ ആ ഇരുട്ടത്ത് രാവിലെ ഉറങ്ങാൻ മഞ്ഞത്തണീറ്റ് നിൽക്കുന്ന പോലത്തെ ഫോട്ടോയാണ്. രണ്ടിന്റെ ലൈറ്റിംഗ് വരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്ലോ ഇല്ലാതെയൊക്കെ ഇരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് എന്റെ ജാസ്മിൻ ചാച്ചിയെ വെളുത്തിട്ട് പാറിയേ എന്ന് പറഞ്ഞുകൊണ്ട് കോടയം പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നീയൊക്കെ മൂഞ്ചും. ഉള്ള കാര്യം പറയാം, അവൾ ഒരു വട്ടമായിരിക്കും കഴിക്കുന്നത്. നീയൊക്കെ ജീവിതകാലം ഇരുന്ന് കഴിച്ച് തീരും. അവൾ എന്തേലും പൈസ കിട്ടി കഴിഞ്ഞാൽ അവർ പ്രൊമോട്ട് ചെയ്യും. അത് കണ്ട് വിശ്വസിക്കാൻ നീയൊക്കെ കുറെ അന്തങ്ങൾ. എന്നാൽ ഇതിനെ വലിച്ചുകീറി ഒട്ടിച്ചും കൊണ്ട് മറ്റൊരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടോ. ഞാനിത് മുന്നേ ചെയ്ത വീഡിയോ ആണ്, പക്ഷെ ഇതിനുശേഷം ജാസ്മിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിനുശേഷം ഡോക്ടറിന്റെ പ്രതികരണം ഉണ്ട്. ഓക്കെ, അപ്പൊ ആ പെൺകുട്ടി ആദ്യം പ്രതികരിച്ചാൽ നമുക്ക് നോക്കാം. പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. 1 മില്യന്റെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. എത്ര വലിയ ഫാൻസ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 5 കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല കാര്യം തന്നെ. അടുത്തേല് ചേഞ്ച് ആയാലും എന്റെ സ്കിന്നിന് വലിയ പ്രശ്നം പറ്റില്ല. 2024 2025 എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടാണ്. 2024 അങ്ങനെ, 2025 അങ്ങനെ അല്ലെ. അതുകൊട്ടെ എനിക്ക് ഈ ഫോട്ടോ കണ്ടിട്ടാ, ഈ ഫോട്ടോ കണ്ട് വിശ്വസിച്ച് ലിങ്ക് എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ. ഇത് പറ്റിക്കുന്നതിന് ഒരു കണക്കില്ലേ? അല്ലെങ്കിൽ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിക്കൂടെ ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടിയ ഫോട്ടോ ആണെന്ന്. എന്നിട്ട് അത് കണ്ടിട്ട് ലിങ്ക് ചോദിച്ചാൽ ഇങ്ങനെ തോന്നുന്നത്. പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. നിങ്ങൾ ക്രീം ഫേസിൽ പുറത്തുനിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ലേ ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവര് പറയും. നമ്മൾ വല്ല ക്രീമോ ഒന്നും വാങ്ങി തേക്കുന്ന പോലെയല്ല ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇത് നമ്മൾ വിവരമുള്ളവർക്ക് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇപ്പൊ ഈ പെൺകുട്ടി പറയുന്നതല്ല, ഇത് ഉള്ള കാര്യമാണ് പെൺകുട്ടി പറയുന്നത്. ഇത് വിവരം ബോധമുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ ജാസ്മിന് അന്തങ്ങളുണ്ട്. ജാസ്മിൻക്ക് ജയ് കാട്ടം പറക്കി തിന്നാൻ പറഞ്ഞാൽ കാട്ടം പറക്കി തിന്നുന്ന കുറെ അന്തങ്ങൾ, ഇതൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ ഈ പെൺകുട്ടിയും ഈ വീഡിയോ ഇട്ട് പിന്നെ നമ്മളെ പോലെയുള്ളവന്മാർ അന്നെടുത്ത് വലിച്ചീര് ഒട്ടിച്ച് അതേ തുടർന്ന് ജാസ്മിന് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അതിനേക്കാളും വലിയ കോമഡി. ഞാൻ അന്ന് വിട്ടതാ, പക്ഷെ ഡോക്ടറിന്റെ പ്രതികരണം കൂടി ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എടുത്ത് ചെയ്യണം തോന്നി. എന്തായാലും ജാസ്മിന്റെ എക്സ്പ്ലനേഷൻ ആദ്യം കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ ഒരു കാറ്റഗറി ടൈപ്പ് സാധനങ്ങൾ ഞാനിപ്പോൾ എടുക്കാറില്ല. ബട്ട് സ്റ്റിൽ ഇതെനിക്ക് ഭയങ്കര നെസസറി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. റീസെന്റ് ഞാൻ കുറച്ച് വീഡിയോസ് കാണാനിടയായി. അതിനകത്ത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീറ്റ് ന്യൂട്രീസിന്റെ ഒരു ഗ്ലൂട്ടോത്തൈൻ ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതില് ഞാൻ കൊടുത്തേക്കുന്ന ഞാൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഞാൻ നോർമലി എന്റെ ട്രാവലിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രാവലിനിടയിൽ എന്റെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലും ലൈക്ക് ഒരു സ്കിന്നിൽ എന്തെങ്കിലും ടാൻ അടിച്ചാലും എന്ത് ചെയ്താലും എന്നെ അത് ഒരുപാട് ബാധിക്കാറില്ല. കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്റെ സ്കിന്നിന് എനിക്ക് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്. എന്റെ 2024 2025 പിക്ക് ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം എന്നായിരുന്നു എന്റെ വീഡിയോ. അപ്പൊ ആ വീഡിയോ ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്തതാണ്. ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഈ 2 ഫോട്ടോയും ഒരു എഡിറ്റഡ് ഫോട്ടോ ആണ്. പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലിങ്ക് എന്ന് ചോദിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. സോ ഫസ്റ്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യാം, ഈ 2 ഫോട്ടോയും എഡിറ്റഡ് ഫോട്ടോ അല്ല. ഇതിൽ ഏതാണ് ഈ കുട്ടി എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് 2025 എന്റെ സ്കിന്ന് ബെറ്റർ ആയതാണോ എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സ്കിന്ന് ഡൾ ആയിട്ടിരിക്കുന്നതാണോ ഞാൻ എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? അയ്യോ, അച്ചുടു ആവയ്ക്ക് ഒന്നും അറിയത്തില്ല. അച്ചുടു ആവ ചുക്കുടു ആവ. ഞാൻ 2 ഫോട്ടോയുടെ സൈഡിൽ കൊടുക്കാം. ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ ആണല്ലോ. ഇത് തന്നെയല്ല നിങ്ങളും കണ്ടത്, ഞാനും കണ്ടത്. ഓക്കെ, എഡിറ്റ് അല്ല. ഈ ആഫ്റ്റർ മേക്കപ്പ് ഇട്ട് കണ്ണിന്റെ മേളിൽ വരെ നിങ്ങൾ നോക്കി നോക്ക്. മറ്റേ ചുവപ്പ് എന്തൊക്കെ സാധനമൊക്കെ വരെ തേച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് റിംഗ് ലൈറ്റ് ഒക്കെ അടിച്ച് പിടിച്ചെടുത്തിരിക്കുകയാണ്. മറ്റത് രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞാലും ഉറക്കം എണീറ്റ് വന്ന് നിന്നിട്ട് കക്കൂസി പോകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇത് രണ്ടും കണ്ടാൽ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ട്. അയ്യോ, എന്നിട്ട് എൻ്റെ 2024 2025 ഞാൻ ഇങ്ങനെ, ഞാൻ എന്താ വലിയ ഗ്ലൂട്ടോത്തൈനോ എന്താ തേങ്ങ വാങ്ങിച്ചടിച്ച് നിങ്ങൾ തീര്. ബാക്കിയുള്ള നിന്റെയൊക്കെ വിഡ്ഢികളായിട്ടുള്ള അന്തങ്ങളെയൊക്കെ പിടിച്ച് എന്തിനു തീർക്കുന്നത്? അതൊക്കെ അന്തങ്ങളാണ്, ബോധമില്ലാത്തതാണെങ്കിലും എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതവും ജീവനും വെച്ച് കളിക്കുന്നത്? ഇത് ആർക്കെങ്കിലും ഒരു പ്രശ്നം പറ്റി അവര് നിയമപരമായിട്ട് രംഗത്ത് വന്ന് ജാസ്മിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം അടക്കം ജാസ്മിൻ കൊടുക്കേണ്ടി വരും. കാരണം ജാസ്മിൻ പ്രൊമോട്ട് ചെയ്തത് കാരണമാണ് ഇങ്ങനെ ഉണ്ടായതെന്നും അതും കണ്ടും കൊണ്ട് വാങ്ങി തേച്ചാണ് അല്ലെങ്കിൽ വാങ്ങി തിന്നും കൊണ്ടാണ് എനിക്ക് ഇമാതിരി തേഞ്ഞൊട്ടേണ്ട അവസ്ഥ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ പെടും. പണ്ട് മമ്മൂട്ടി നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ള ഒരു കഥ അറിയത്തില്ല, അതുപോലെ ഇരിക്കും. എന്റെ പൊന്നടാവേ, നിങ്ങൾക്കൊക്കെ ഉളുപ്പില്ലേ നാട്ടുകാരെ പറ്റിക്കാനായിട്ട്?
ഈ സാധനങ്ങളൊക്കെ, ഈ ഗ്ലൂട്ടോത്തീനും കൂപ്പൊക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ്ട് കഴിക്കാൻ പാടില്ല. പക്ഷെ നീയൊക്കെ എന്താ പറയുന്നത്? എനിക്ക് ഭയങ്കര മാറ്റം വന്നു, ഞാൻ ദ ബിഫോർ ആഫ്റ്റർ ഗ്ലോ. എന്തിനാണ് നാട്ടുകാരിങ്ങനെ പറ്റിക്കുന്നത്? പൈസ കിട്ടിയെന്ന് വെച്ച് എന്ത് ആട്ടും കാട്ടവും പറക്കി പ്രൊമോട്ട് ചെയ്യുമോ? ഇതൊന്നും ഡോക്ടറെ കാണാതെ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ്. ബാക്കി പറ, നിനക്ക് ഉള്ള. സോ ഇത് രണ്ടും എഡിറ്റഡ് അല്ല, രണ്ടും എന്റെ ആ സമയത്തുള്ള റോ സ്കിൻ ആണ് കേട്ടോ. ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. 2024 എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നത് ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ആണ്. ഞാൻ 2023 സെപ്റ്റംബർ സംതിങ്ങിനാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ 2024 എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. ലൈക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ 2024 2025 എന്റെ സ്കിന്നിന് ഡള്ളായിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാവട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. ഞാൻ അധികം സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. ഞാൻ ഈ പറയുന്നത് സപ്ലിമെന്റ്സ് എടുത്തില്ലെങ്കിൽ ഒക്കെ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. അത് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ബാക്ക് ടു ആ ട്രാക്കിലോട്ട് വരേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ സ്കിന്ന് കെയർ ചെയ്യാറുണ്ട്. സോ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിനകത്ത് ഞാൻ ഒരു തരത്തിലുള്ള ഒരു തുള്ളി എഡിറ്റിങ്ങോ എക്സ്പോഷർ കൂട്ടോ വിവിഡിഡോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ആ ടൈമിൽ തന്നെ ഞാൻ വേറെ വീഡിയോസും എടുത്തതിന്റെ ഇത് കൊടുത്തേക്കാം. ഞാനും എന്റെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയപ്പോൾ ഉള്ളൊരു ടൈമാണ് കേട്ടോ അത്. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. എനിക്ക് പഴയ ആ ഒരു ഫ്ലോയിലേക്ക് ഇല്ല കേട്ടോ. എനിക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ഞാനൊന്ന് തടയുന്നുണ്ട്. ആ ഒരു ട്രാക്കിലോട്ട് വരുന്നേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് കുറച്ച് കമന്റ്സുകൾ ഞാൻ കണ്ടു. ഇത് എഡിറ്റഡ് ആയിരിക്കില്ല, മേ ബി ഫോണിന്റെ ചേഞ്ച് കാരണം അതിലുള്ള ഡിഫറൻസ് ആവും. ഞാൻ നോക്കിയ ഫോണൊന്നുമല്ല കേട്ടോ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞാൻ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോണൊന്നുമല്ല. ഞാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 16 Pro ആണ്. കാരണം അതിന്റെ ഒരു ഇതും കൂടെ ഞാൻ കൊടുത്തേക്കാം. ഇനിയിപ്പം തെളിവില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം വേണ്ട. ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് 16 Pro ആണ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് 17 Pro Max ആണ്. 2025 ഞാൻ വീഡിയോ ഇടുമ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് 16 Pro തന്നെയാണ്. ഞാൻ ഈ ഇടയ്ക്കല്ലേ 17 Pro Max എടുത്തത്. ഓക്കെ, ഞാൻ ആ സമയത്തും എനിക്ക് ഓർമ്മയില്ല, ചെക്ക് ചെയ്യണം. ഐ തിങ്ക് എന്താണെങ്കിലും 16 Pro ഒട്ടും കുറഞ്ഞ ഫോണൊന്നുമില്ല. അതിനകത്ത് വളരെ ക്ലാരിറ്റിയോടെ കാണാം. ഇനി ചില കമന്റ്സ് ഞാൻ കണ്ടത് ലൈറ്റിങ്ങിന്റെ ഡിഫറൻസ് ആവുന്നതാണ്. വേറെ ലൈറ്റിൽ ഇഷ്ടം പോലെ വീഡിയോസ് എടുത്തതുകൊണ്ട് അതും ഞാൻ കാണിച്ചു തരാം. ലൈറ്റിങ്ങിന്റെയും ഒരു ഇഷ്യൂ അല്ല കേട്ടോ. അന്ന് എന്റെ സ്കിന്നിന് ഡൾ ആയിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, അങ്ങനെ സ്കിൻ ഡള്ളായിരുന്നു. ഇനി 2025 ഞാൻ എടുത്ത മറ്റേ വീഡിയോ, അതും എഡിറ്റഡ് ആണെന്ന് മേ ബി പറയാം. അതിലും യാതൊരു എഡിറ്റും കൊടുത്തിട്ടില്ല, എക്സ്പോഷർ കൂട്ടിയിട്ടില്ല, വിവിഡ് ഇട്ടിട്ടില്ല, ഒരു തരത്തിലുള്ള എഡിറ്റും ഇല്ല. വേണമെങ്കിൽ അതിന്റെ 2-3 വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഒന്നും ഞാൻ അതിലും ചെയ്തിട്ടില്ല. പിന്നെ എന്റെ സ്കിൻ എന്ന് പറഞ്ഞാല് ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ സ്കിന്ന് കുറച്ചു നാൾ കഴിയുമ്പോൾ ഡള്ളാവും. ഞാൻ സൂക്ഷിച്ച് വളരെ കൃത്യമായി കൊണ്ടുപോയാൽ എന്റെ സ്കിന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റും. വളരെ ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് എന്റെ സ്കിന്നിൽ അധികം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എന്റെ സ്കിന്ന് ഡൾ ആവാറുണ്ട്, ലൈക്ക് പെട്ടെന്ന് പിഗ്മെന്റഡ് ആവാറുണ്ട്. പക്ഷെ അത് മാറ്റാനും എനിക്കറിയാം. ഞാൻ ഒരുപാട് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു പർട്ടിക്കുലർ മോയ്സ്ചറൈസർ മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ എന്റെ കബോർഡ് നോക്കിയാൽ തന്നെ കാണാം. എന്റെ കയ്യിൽ ഒരു 4-5 മോയ്സ്ചറൈസർ ഉണ്ട്, ഒരു 4-5 സൺസ്ക്രീൻ ഉണ്ട്. എന്റെ കയ്യിൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എനിക്കിത് പറഞ്ഞപ്പോ ഓർമ്മ വന്നത്, എല്ലാം കൂടി ഒരുപാടെണ്ണം യൂസ് ചെയ്യുന്ന പറഞ്ഞപ്പോ മറ്റേ ശിവാജിയിലെ രജനീകാന്തില്ലേ, എല്ലാം കൂടി മറ്റൊരു ബക്കറ്റിനകത്ത് തട്ടിയിട്ട് കയറി കിടക്കൂല്ലേ, മറ്റേ കണ്ണിൽ വെള്ളരിക്കാൻ വെച്ച്, ആ സെറ്റപ്പാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുപോലെ കണ്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു ബക്കറ്റിൽ പിഴിഞ്ഞിട്ടിട്ട് ബാത്ത് ടബിൽ എടുത്തിട്ട് മുങ്ങി കിടക്കും. എന്തോന്നടാ ഇതൊക്കെ. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അവള് തന്നെ പറയുന്നു ഞാൻ 1 വർഷമായിട്ട് ഗ്ലൂട്ടോത്തേൻ അടിച്ചു കയറ്റുന്നുണ്ട്, കഴിക്കുന്നുണ്ടെന്ന്. എന്നാൽ അവള് എനിക്ക് തോന്നുന്നത് മറ്റേ ഇഞ്ചക്ഷൻ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കറിയില്ല, അതിനെ പറ്റിയിട്ട് എന്തോ ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് വിട്, അത് പോട്ട്. അങ്ങനെയുള്ളൊരു സംഭവം പറയുന്നുണ്ട്. ഇനി എന്നിട്ട് ഇവളിനെ പറയുന്നത് ഞാൻ സ്ഥിരമായിട്ടൊന്നല്ലോ, ഞാൻ ഒരുപാട് ഉപയോഗിക്കുമെന്ന്. എന്തോന്നല്ലേ ഇത്? കളിക്കണം ഡേ. ഇതിനെയൊക്കെ വിശ്വസിച്ചിട്ട് സാധനം വാരി തേക്കുന്ന വാങ്ങി തിന്നുന്ന വിഡ്ഢികളോടാണ് എനിക്ക് പറയാനുള്ളത്. ചത്തുതൊല നീയൊക്കെ, വേറെ ഒന്നും പറയാനില്ല. ചത്തുതൊല, നീയൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ ഈ ഷീറ്റ് ന്യൂട്രീസർ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം, കൊച്ചിയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു വട്ടം ഇതിന്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുമ്പ് ആ ടൈമും അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഫുൾ ട്യൂബ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഒരു സാധനമാണ്. കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് എന്റെ ഫസ്റ്റ് ഫ്ലാറ്റ്, ഇത് എന്റെ സെക്കൻഡ് ഫ്ലാറ്റ് ആണ്. ആദ്യമേ ഞാൻ റെന്റഡ് നിന്ന ഫ്ലാറ്റില് അതിലും ഞാൻ ഈ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്തും ഞാൻ ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് അവരിപ്പോ ഒരു 4-5 ട്യൂബാണ് അയച്ചു തരുന്നതെങ്കിൽ ഞാൻ അതിനകത്ത് 2 ട്യൂബ് ചിലപ്പോൾ ഞാൻ ആയിരിക്കും കഴിക്കുന്നത്. എന്റെ ബാക്കി 3 ട്യൂബ് ഞാൻ എന്റെ ഫ്രണ്ട്സിന് കൊടുക്കും, അവർക്ക്. അതായത് 4-5 ട്യൂബ് പ്രൊമോഷന് വേണ്ടിയിട്ട് അയച്ചു തന്നാലും 1-2 ഞാൻ തിന്നും, ബാക്കി എന്റെ ഫ്രണ്ട്സിന് കൊടുക്കും. ജാസ് നേരത്തെ പ്രൊമോഷനിൽ എന്താ പറഞ്ഞ, കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ തിന്നു വരികയാണെന്ന്. തീർന്നില്ലേ? ഇതാണ് പറയുന്നത്, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. അല്ലെങ്കിൽ നമ്മളെ കള്ളത്തനങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് അതിന്റെ സത്യാവസ്ഥ വീഴും.
നമ്മൾ കള്ളം പറയുമ്പോൾ നമ്മൾ മറന്നു പോകും. നമ്മൾ നേരത്തെ എന്ത് കള്ളമാണ് പറഞ്ഞത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയാണ്. സത്യമല്ല പറഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. കള്ളം പറയുമ്പോഴാണ് നമ്മൾ മാറ്റിയും തിരിച്ചും മറിഞ്ഞൊക്കെ പറയുന്നത്. ഇവിടെ തന്നെ ഉടായ്പാണെന്ന് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ആ പ്രൊമോഷനിൽ പറഞ്ഞ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ അത് കണ്ടിട്ട് പറ. ഇവളല്ലേ പറഞ്ഞത് കഴിഞ്ഞ 1 വർഷമായിട്ട് കഴിക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ അല്ലാത്ത വീഡിയോയിൽ പറഞ്ഞു ഞാൻ 2 രൂപ കഴിച്ചോളൂ ബാക്കി ഫ്രണ്ട്സിന് കൊടുത്തെന്ന്. ഇപ്പൊ ഏതായിട്ട് വിശ്വസിക്കണം? ഇത്രേ ഉള്ളൂ. ഞാൻ ആ പ്രൊമോഷൻ വീഡിയോ കൊടുക്കാം. സ്കിന്ന് വലിയ പ്രശ്നം പറ്റില്ല. 2024 2025 എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാമാനമാണ് ഈ ചീപ്പ് എന്തെന്ന ആ സാമാനം അത് തന്നെ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇപ്പുറത്തെ വീഡിയോയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ? അവർ 3-4 അയച്ചെന്നാലും 1-2 എടുത്തിട്ട് ബാക്കി അങ്ങ് ഫ്രണ്ട്സിന് കൊടുത്തത്. അപ്പോൾ പ്രൊമോഷൻ ചെയ്ത് അവൾ പോയി. എന്നിട്ട് പ്രൊമോഷനിൽ പറഞ്ഞ എന്താ? ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. നിന്നെയൊക്കെ വിഡ്ഢികളാക്കിയാണ് ജാസ്മിൻ അന്തങ്ങളെ നിന്നെയൊക്കെ വിഡ്ഢികളാക്കിയാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ വേറെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. ബാക്കി ജാസ്മിൻ പറ. അവരതിന്ന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ഈ പെൺകുട്ടി എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മേ ബി ഓക്കെ, ഇനിയിപ്പം എന്തെങ്കിലും അത് കണ്ടപ്പോൾ കുട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. സോ എനിക്കിത് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നത്. അത് കുറെ റിയാക്ഷൻ ചാനലുകൾ എടുത്ത് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോസ് ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടമല്ലായിരിക്കും, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും സന്തോഷം കണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ അത് ഉള്ളോട്ട് നമുക്കത് വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്യുന്നത്. എനിക്ക് എന്റെ ഓഡിയൻസിനെ എനിക്ക് മനസ്സിലാക്കണം, ഇത് അങ്ങനെ അല്ല കേട്ടോ, ഞാൻ നിങ്ങളെ ചീറ്റ് ചെയ്യല്ല എന്നുള്ളത്. പിന്നെ ഞാൻ പ്രൊമോഷൻസ് മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പ്രൊമോഷന് വേണ്ടി മാത്രമാണ്. ഒബ്വിയസ്ലി ഞാൻ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. ഞാൻ എന്റെ ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിങ്ക് എനിക്കൊരു 4 വർഷം ആവാറായി. 4 വർഷം ആവാറായി. ഞാൻ ഇത്രയും നാളായിട്ട് എന്റെ ചാനൽ ബിൽഡ് ചെയ്ത്, എന്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും, എനിക്ക് ഫേസ്ബുക്ക് ഇല്ല കേട്ടോ. ഫേസ്ബുക്കിൽ എന്റെ ചാനലാന്ന് പറയുന്ന കൂട്ടത്തിൽ എല്ലാം പറഞ്ഞു. ഫേസ്ബുക്ക് ആണെന്ന് പറഞ്ഞ് ആരോ എന്റെ ഇതൊക്കെ വെച്ചിട്ട് എന്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആ സെക്കൻഡിന് അപ്പുറത്തുകൊണ്ടേ പോസ്റ്റ് ചെയ്ത് ആരോ ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് എന്റെ ഫേസ്ബുക്ക് അല്ല. ഞാനത് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഞാൻ സ്റ്റാർട്ട് ചെയ്ത എന്റെ ഒരു സമയം തൊട്ട് നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവണം, നമുക്ക് ഫെയിം ഉണ്ടാവണം, നമുക്കായിട്ടൊരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്റെ വിശ്വാസം ഞാൻ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ്. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് വളരെ ചെറുതാവാം, എന്താവാം, പക്ഷെ എനിക്ക് ചിലർക്ക് വലുതാവാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്തത് വളരെ വലിയൊരു കാര്യമാണ്. സോ ഞാൻ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവുന്നത് പ്രൊമോഷൻസിൽ നിന്നും ആഡ് ചെയ്യുന്നതായിരിക്കും. ഒബ്വിയസ്ലി ഞാനത് ചെയ്യും, ഉറപ്പായും ഞാനത് ചെയ്യും. അതിന്റെ അർത്ഥം നിങ്ങളെ ചീറ്റ് ചെയ്യണം, നിങ്ങളെ പറ്റിക്കണം. ഞാൻ എന്റെ ഒരു പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഡക്റ്റുകൾ പോലും ഞാൻ എന്റെ ശരീരത്തോ ഞാൻ കഴിക്കാതെയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. നിങ്ങൾ ഇത് വാങ്ങിച്ചേ പറ്റൂ എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഓക്കെ എനിക്ക് ഇവിടെ ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ കാണണ്ട, നോച്ചിയോ സ്കിപ്പ് ചെയ്തോ, നിങ്ങൾ കളഞ്ഞോളൂ. അയ്യോടാ പാവാടാ എന്തോടാ നനച്ചിട്ടാ നിങ്ങളിത് കളഞ്ഞുള്ളൂ, നിങ്ങൾ കാണണ്ട എന്തോന്നടേ. നിന്നെയൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട്. ഓ ജാസ്മിൻ ചേച്ചി അത് ചെയ്തു, ജാസ്മിൻ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അത് ആണ് കറക്റ്റ് ആണ്, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇതുപോലാകും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് വാങ്ങി തിന്നുന്നത് ഒരുപാട് പിള്ളേരുണ്ട്. അവർക്ക് നാളെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും ലിവറോ കിഡ്നിയോ ഒക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ നീ ഉത്തരം പറയോ? നീ നോക്കൂ അവരുടെ ചെലവ്, അവരുടെ കുടുംബത്തിന്റെ ചെലവ്. നീ ഒരു തവണ തന്നെ തിന്നിട്ട് ആ ഗ്ലൂട്ടോത്തിനെ എടുത്ത് ബാക്കി നിന്റെ പിള്ളേർക്ക് ഫ്രണ്ട്സിന് കൊടുത്തെന്ന് നീ നിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ നീ പ്രൊമോഷനിൽ പറഞ്ഞതാ കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ടെന്ന്. അവിടെ എന്ത് എത്തിക്സ് ആണ് നിനക്കുള്ളത്? നീ വെറും ഫേക്ക് അല്ലേ? അപ്പോ വെറും കള്ളമല്ലേ വിളിച്ചു പറയുന്നത്? അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിന്റെ പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ട് നിന്നെയൊക്കെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേര് ഇത് വിശ്വസിച്ച് വാങ്ങി തിന്നു കാണും? ഇതിനോടകം ചിന്തിക്കുന്നുണ്ടോ നീയൊക്കെ? ഇല്ല, ചിന്തിക്കത്തില്ല. എങ്ങനെ ചിന്തിക്കും? പൈസ കിട്ടല്ലേ. ബാക്കിയുള്ളവന്മാര് ചത്തു തൊലഞ്ഞാലും കുഴപ്പമില്ല, അയാളെ കമ്മിറ്റ്മെന്റ് വേണം. ഈ ഓഡിയൻസ് ഉള്ളത് കൊണ്ടാണ് നീയൊക്കെ ഇന്ന് ഈ നിലയിൽ എത്തിയതെന്നുള്ള ഒരു സാമാന്യ ചിന്താഗതിയെങ്കിലും ഉണ്ടാവണം, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം സ്വന്തം ഓഡിയൻസിനോട്. ഇനി ഈ ഗ്ലൂട്ടോത്തൈനും സാമാനങ്ങളും വാരി തിന്നുന്ന ആൾക്കാരെടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വാസം വരത്തില്ല. ഡോക്ടർമാർ പറയുന്ന 1-2 ക്ലിപ്പ് ഞാൻ കൊടുക്കാം, കണ്ടു നോക്കാം. ഗ്ലൂട്ടത്തയോന്റെ ഗുണങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ സൈഡ് എഫക്ട്സ് അറിയാമോ? പറഞ്ഞുതരാം. ഗ്ലൂട്ടത്തയോൺ 3 രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് ടാബ്ലറ്റ്സ്, രണ്ടാമത് ക്രീംസ്, മൂന്നാമത് IV ആയിട്ട്, അതായത് ഡയറക്റ്റ് ബ്ലഡിലൂടെ. ആദ്യത്തേത് ക്രീംസ് കാരണം കാണുന്ന ഒരു റെയർ സൈഡ് എഫക്ട്സ് ആണ് ഡെർമറ്റൈറ്റിസ് അല്ലെ അലർജി. ചിലവർക്ക് മാത്രമേ ഇത് കാണാറുള്ളൂ. രണ്ടാമത് ടാബ്ലറ്റ്സ് എടുക്കുന്നവരിൽ കാണുന്ന ഒരു സൈഡ് എഫക്ട്സ് ആണ് വയറുവേദന, ഗ്യാസ്ട്രൈറ്റിസ്, ഛർദില്. മൂന്നാമത് IV ആയിട്ട് എടുക്കുന്നവർക്ക്
ആ കുത്തുന്ന സ്ഥലത്ത് ചിലർക്ക് ഇറിറ്റേഷൻ, ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്, നോർമൽ ഡോസേജിൽ അത് ലിവർ പ്രൊട്ടക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോലും ഹൈ ഡോസ് ആണെന്നുണ്ടെങ്കിൽ ലിവറിന് അതിന് ഡാമേജ് ചെയ്യാം. മൂന്നാമത്, സിവിയർ റിയാക്ഷൻ ആയ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം 10 എന്ന് പറയുന്ന അസുഖങ്ങളും ഉണ്ടാകാം. ഈ സൈഡ് എഫക്ട്സ് എല്ലാം യൂഷ്വലി കാണുന്നത് ഒന്നല്ലെങ്കിൽ വ്യാജ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് ഗ്ലൂട്ടത്തൈൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അൺട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോഴാണ്. സോ നിങ്ങൾ ഗ്ലൂട്ടത്തൈൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഡെർമറ്റോളജിസ്റ്റിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഉറപ്പ് വരുത്തുക. അതുവഴി കീപ് യുവർ സ്കിൻ ഹാപ്പി ആൻഡ് ഹെൽത്തി. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജാസ്മിൻ ജാഫർ ട്രെയിൻഡ് ഡോക്ടറാണോ, അല്ലെങ്കിൽ സ്കിൽഡ് ഡോക്ടറാണോ, അല്ലെങ്കിൽ മറ്റേ എല്ലാം അറിഞ്ഞു വെച്ചിട്ടുള്ള ഡോക്ടറാണോ, എന്തെങ്കിലും ആണോ? അല്ല, ഒരു വ്ളോഗർ, നമ്മളെപ്പോലെ വീഡിയോ ഇടുന്ന ഒരു വ്ളോഗർ, അത്രയേ ഉള്ളൂ. അവൾ വന്നിട്ട് അന്ധമായിട്ട് ഞാൻ ഗ്ലൂട്ടത്തൈൻ ഉപയോഗിച്ച് സെറ്റായി എന്ന് പറഞ്ഞ് അത് വിശ്വസിച്ച് വാങ്ങി തിന്നാനും കുറെ ഷൊണ്ണങ്ങൾ. നിങ്ങൾ ഈ ഡോക്ടർ പറഞ്ഞത് കേട്ടോ? വ്യാജ ഡോക്ടർമാരോ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരോ പറയുന്നത് കേട്ടുകൊണ്ട് വാങ്ങി തിന്നേണ്ടതോ കുത്തി കയറ്റേണ്ടതോ വാരി തേക്കേണ്ടതോ സാധനമല്ല ഈ ഗ്ലൂട്ടോത്തൈൻ. എനിക്ക് എൻ്റെ കോപ്പ് എനിക്കറിയത്തില്ല അതിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർമാർ പറയുന്നതിനെ എടുത്തോണ്ട് കാണിച്ചു തരുന്നത്. ഇതൊക്കെ വിശ്വസിക്ക്. ഇവളുമാര് പറയുന്നത് മാരി തിന്നും കൊണ്ട് തേച്ചും കൊണ്ട് ജീവിതങ്ങൾ തുലയ്ക്കാതെ എനിക്ക് അതേ പറയാനുള്ളൂ മെയിനായിട്ട്. ഇനി വേറെ ഡോക്ടർ പറയുന്നത് ഇങ്ങോട്ട് കൊടുക്കാം. കേരളത്തിൽ നിന്ന് പോരെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കാം ഡോക്ടറിനെ. குளுட்டதைன் எடுக்கிறதுனால கலர் இம்ப்ரூவ் ஆகுமா? குளுட்டதைன் எடுக்கிறதுனால நம்ம கலர் இம்ப்ரூவ் ஆகிறதுக்கான வாய்ப்புகள் இருக்கு. ஆனா இந்த குளுட்டதைன் இன்ஜெக்ஷனை வந்து நீங்க ரெகுலரா ஒரு வருஷ கணக்குல எடுத்தாதான் அந்த ரிசல்ட்ஸ் வர்றதுக்கான வாய்ப்புகள் இருக்கு. அப்படி எடுக்கிறது சேஃபா இல்லையாங்கிறதுக்கு there is no scientific evidence இன்னைக்கு வரையும். சோ இந்த மாதிரி இருக்கும்போது நீங்க கொஞ்சம் காஷியஸா இருக்கணும். ரெண்டாவது, இப்போ இந்த குளுட்டதைன் இன்ஜெக்ஷன் வேண்டாம், நான் டேப்லெட் ஃபார்ம்ல நிறைய பார்த்தேன், அதை எடுக்கலாமான்னு கேக்குறீங்க. சோ அந்த மாதிரி டேப்லெட் ஃபார்ம்ல எடுக்கும் பொழுது இன்ஜெக்ஷன் அளவுக்கு அது எஃபிஷியன்ட்டா இருக்காது. சோ என்ன சொல்யூஷன்? குளுட்டதைன் உங்களுக்கு வேணும்னா நீங்க you have to improve your lifestyle and you have to take foods which will improve the glutathione production in the body. ஏன்னா glutathione சப்ஸ்டன்ஸ் நம்ம லிவர்ல நேச்சுரலா ப்ரொடியூஸ் ஆகிற ஒரு சப்ஸ்டன்ஸ் ஆனே தவிர இது வேற எங்க இருந்தோ வர்றது இல்ல. சோ அதனால உங்க டயட்டும் லைஃப் ஸ்டைலும் ஹெல்தியா மெயின்டைன் பண்ணீங்கனாலே உங்க glutathione செக்ரேஷன் பாடியில இம்ப்ரூவ் ஆகும். அதனால you will feel more healthy and உங்க സ്കിന്നും வந்து ഗ്ലോ ആகும். കേട്ടാ? അതായത് ഈ വെളുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടോത്തൈന് മറ്റോ വലിച്ച് തിന്ന് കുത്തി കയറ്റുന്ന ടീംസിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന്, ഇത് നമ്മൾ ഫുഡും ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന സാധനമാണ്. അല്ലാണ്ട് ഇത് ഇനിയിപ്പം വലിച്ചു വാരി അങ്ങ് അടിച്ച് കയറ്റേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്തിട്ട് നിനക്കൊക്കെ വെളുക്കണമെങ്കിൽ നീയൊക്കെ ഫുഡ് കഴുകി, ഫ്രൂട്ട്സ് കഴുകി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അല്ലാതെ ഇതുപോലെയുള്ളവളുമാര് വന്ന് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ വാരി തിന്നും തേച്ചും കുത്തിയും കയറ്റി ജീവിതങ്ങൾ തുലയ്ക്കാതെ. ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് അത്. ടാബ്ലറ്റ് ആയ രൂപത്തിലായാലും അടിച്ചു കയറ്റുന്നതായാലും ക്രീമിന്റെ രൂപത്തിലായാലും ഈ ഗ്ലൂട്ടോത്തൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ ജാഫർ സർട്ടിഫൈഡ് ഡോക്ടറാണോ? എൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ജാസ്മിൻ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്നുണ്ടല്ലോ. ഞാൻ 1.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അയ്യോ, എന്നിട്ട് ഇപ്പുറത്തെ വീഡിയോയില് ഞാൻ ഒരെണ്ണം യൂസ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ബാക്കി കൊടുത്ത്. ഇതാണ് നാളെ നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ്, ലിവറിന് വരെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ സാധനം നാളെ നിൻ്റെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫർ വന്ന് നിൽക്കില്ല. കേട്ടാ? അത്രയും പറയണമെന്ന് തോന്നി. അന്ധമായിട്ട് പറയണം കിടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്ന. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്ന് അവർ പോയി ജാസ്മിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കേണ്ട പുതിയൊരു വീഡിയോ ആണ്.